എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 6 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ്. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 12 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 12,35,00,000 രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ 5 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 13,20,00,000 രൂപയാണ് ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 25,50,00,000 എത്തിയിരിക്കുകയാണ്. ചിത്രം ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും വിജയിച്ച സിനിമ തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. രണ്ടാമത്തെ സിനിമ ഉണ്ണിമുന്തൻ നായകനായി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ മലയാളത്തിലെ ഫാമിലി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ഗെറ്റ് സെറ്റ് ബേബി. ആദ്യ ദിവസം മുതൽ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 5ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 5 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 1,25,00,000, 1,30,00,000 റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 2 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ഡ്രാഗൺ. ചിത്രത്തിന്റെ 5 ദിവസത്തെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 60 കോടിയിലേക്ക് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ ബോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ചാവ. ചിത്രത്തിന്റെ 11 ദിവസത്തെ ഇന്ത്യൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം 11 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 413 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ 70 കോടി രൂപയുമാണ്. അങ്ങനെ ചിത്രത്തിന്റെ ആകെ വേൾഡ് വൈഡ് 11 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ 480 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രം ഇന്നലത്തോടെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 500 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ റൊമാൻസ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ 12 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 12ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആകെ 12 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 8,75,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം 12 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 15 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ കൂടിയാണല്ലോ ഒരു വടക്കൻ വീരഗാഥ. 4K റീമാസ്റ്റർ പതിപ്പിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനുമായി മുന്നേറുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഫൈനൽ വേൾഡ് വൈഡ് കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,06,00,000 രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. കേരളത്തിന് പുറത്തും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ചിത്രം 10 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,16,00,000 ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വടക്കൻ വീരകഥ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ഫൈനൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വരുമ്പോൾ ചിത്രം 1,53,00,000 എത്തിയിരിക്കുകയാണ്. മറ്റുള്ള മെഗാസ്റ്റാർ സിനിമകളുടെ റിലീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ചിത്രം ഏറ്റവും മികച്ച കളക്ഷനിലേക്ക് ഒരു വടക്കൻ വീരകഥ സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.